അകത്തെ പണികളൊക്കെ വേഗം കഴിച്ച് ഇന്ന് പുല്ല് പറിക്കലാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ മഴയില്ലാത്തൊരു ദിവസമായിരുന്നു. രാവിലെ എൻ്റെപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. പറിച്ചു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടൊന്നുമില്ല, അത്ര കുഞ്ഞു പുല്ലുകളാണ്. അപ്പോൾ ഇള്ളയിൽ വലുതൊക്കെ ഒന്ന് പറിച്ച് നീക്കാം, അല്ലെങ്കിൽ കാട് പിടിച്ചോണാവും. ഇത് മിറ്റടിക്കുമ്പോഴൊന്നും ഒരു വൃത്തിയില്ല. ഈ പുല്ലിങ്ങനെ നിൽക്കണ കാരണം മിറ്റേതാ പറമ്പേതാന്നൊന്നും തിരിച്ചറിയണില്ല. അപ്പോൾ പറ്റണ പോലെ കുറേശ്ശെ വെടുപ്പാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഇതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കുട്ടപ്പനെ അഴിച്ചു വിടും. ഏത് നേരം കെട്ടിയിടുക അകത്തിടുക അതിനൊരു സുഖം ഉണ്ടാവില്ലല്ലോ, ബോറടിക്കില്ലേ. അപ്പോൾ ഞാൻ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അഴിച്ചു വിടും. അതല്ലെങ്കിൽ ഞാൻ പുറത്ത് എന്തിനെങ്കിലും മിറ്റടിക്കാനോ എന്തിനെങ്കിലും ഇറങ്ങുമ്പോൾ ഞാൻ അഴിച്ചു വിടും. എന്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു ഓട്ടോ ഇടും. അല്ല പൂച്ചേനെയോ പട്ടീനൊക്കെ പേടിയാണ്, പൂച്ചേനെ കാണുമ്പോൾ തന്നെ അധികം ഓടാം. പിന്നെ വല്ല കിളി പാമ്പിനെയും നല്ല പേടിയാണ്. പാമ്പിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി അകത്ത് കയറുണ്ടാ. അതൊക്കെ നമ്മൾ കണ്ണാലെ കണ്ട കാരണമാണ് പാമ്പിൻ്റെ അടുത്ത് പോവുക. നാടൻ പൂച്ചകളൊക്കെ പാമ്പിനെ പിടിക്കില്ലോ, ഇതിന് പേടി കൂടുതലാണ്, ഇത് പിടിക്കില്ല. വേറൊരു പൂച്ചയുണ്ട് കേട്ടോ അവിടെ, അത് എല്ലാത്തിനും പിടിക്കും. അത് നാടൻ പൂച്ചയാണ്, എല്ലാത്തിനും പിടിക്കും. പിടിച്ച് തിന്നൊന്നുമില്ല, പക്ഷെ പിടിച്ചിട്ട് അകത്തേക്കാണ് കൊണ്ടുവരാം. അത് കാരണം അവൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കയറി വരുമ്പോൾ ഞങ്ങളൊന്ന് നിരീക്ഷിച്ചിട്ടൊക്കെ കയറ്റി വിടും. അങ്ങനെ കുറച്ച് നേരമൊക്കെ പുല്ല് പറക്കിൽ കുറച്ച് ഭാഗമൊക്കെ ഞാൻ വെടുപ്പാക്കി. പക്ഷെ പിന്നെ മഴയായിരുന്നു, അന്യായ മഴയായിരുന്നു. അധികം നേരമൊന്നും മഴ പെയ്തില്ല, കുറച്ച് നേരം ഇനി പെയ്തുള്ളൂ. ആ പെയ്തത് നന്നായി പെയ്തു. പിന്നെ ഞാൻ പുല്ലൊന്നും പറിച്ചില്ല കേട്ടോ. മുറ്റത്താകെ വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ ഇത് പറിക്കാൻ വലിയ സുഖമില്ല. പിന്നെ കൊതു, അതൊരു രക്ഷയില്ല, അത്രയധികം കൊതുണ്ട്. അങ്ങനെ ഞാൻ അകത്ത് കയറി കുളിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കാടൻകുട്ടൻ വന്നിരിക്കുന്നുണ്ട് മഴയും നോക്കിയിട്ട്. എപ്പോഴാണ് അവ വന്നത്? വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇവിടെ കാത്ത് കെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഇന്നലെ വാങ്ങിയതാണ്, അതിലൊരു 3 ബാക്കിയുണ്ടായിരുന്നു. ഈ കവറിൻ്റെ ശബ്ദം അതൊന്ന് പിടിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പരിസരത്ത് എവിടെയാണെങ്കിലും അവനെ ഓടിയെത്തുണ്ടാ. ഒരുവിധം എല്ലാ ഫുഡും അത് കഴിക്കുകയും ചെയ്യും. ഇറച്ചി മീനൊക്കെ കറി വെച്ചതൊന്നും ഇഷ്ടമല്ല, അത് പച്ചേനെ ഇഷ്ടം. ഇതിപ്പോൾ ഒരു ഉണ്ണിയപ്പം ഏകദേശം അവൻ കഴിച്ചു. ഇങ്ങനെ ഭയങ്കര ആക്രാന്തം പിടിച്ചൊന്നും കഴിക്കില്ല, നല്ല ക്ഷമയിൽ തന്നെയാട്ടോ അത് കഴിക്കുക. കഴിക്കണതൊന്നും ശരീരത്ത് പിടിക്കണില്ല, എന്നാൽ അത്യാവശ്യം ഫുഡൊക്കെ അവൻ നന്നായി കഴിക്കണ ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അങ്ങനെ ആ ഒരു ഉണ്ണിയപ്പൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ എൻ്റെ മടിയിൽ, ഇപ്പം മഴയും കൂടിയല്ല, അപ്പോൾ പിന്നെ ഓടി വന്ന മടിയിലിരിക്കും. മടിയിലിരിക്കാൻ നല്ല ഇഷ്ടമാണ്. കുട്ടപ്പനും ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത്, അവന് മടിയിലിരിക്കാൻ ഇഷ്ടമാണ്. ഇവൻ ഇരിക്കണ കാരണം എന്തായാലും അവൻ കയറിയിരിക്കില്ല. ഇവർ തമ്മിൽ അത്ര വലിയ സ്നേഹമൊന്നുമില്ല. മെയിനായിട്ട് കുട്ടപ്പന് ഇവന് ഇഷ്ടമല്ല, എന്താ സംഭവം എന്നറിയില്ല, ഒട്ടും ഇഷ്ടമല്ല. ഇതുവരെ അങ്ങോട്ട് ഒരു ഇണക്കൊന്നും വന്നിട്ടില്ല. ഇപ്പം ഹീറ്റ് ആവാറായെന്നും തോന്നുന്നു, അത് കാരണം ഒരു ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്.